അധ്യായം 25. പ്രണയം. നീലിമ ദേഷ്യത്തോടെ ധ്യാനിനെ നോക്കി നിൽക്കുകയായിരുന്നു. അവൻ അവളുടെ നോട്ടം കണ്ട് ചൂളിയ മട്ടിൽ തല താഴ്ത്തി. ധ്യാനും സാമലക്സും തമ്മിൽ ലൈംഗികമായി ബന്ധമുണ്ടെന്ന തരത്തിൽ പല റൂമറുകളും അവിടെ മുമ്പ് പ്രചരിക്കുന്നതാണ്. അത് ശരിവെക്കും പോലെയാണ് നീലിമ സംസാരിക്കുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ അവൾ തന്നെ മനഃപൂർവ്വം നാണം കെടുത്തിയതുപോലെ ധ്യാനിന് തോന്നി. ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു, ഇനി എന്തെങ്കിലും ഇതുപോലെ കണ്ടാ ഇങ്ങനെയായിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത്, നീലിമ കർശനമായി പറഞ്ഞു. അവളുടെ ഉറച്ച ശബ്ദം കേട്ട് അവിടെ നിന്ന് മോഡൽസ് എല്ലാം പതിയെ അവരവരുടെ സീറ്റിലേക്ക് തടി തപ്പി. ധ്യാൻ അവിടെ തനിച്ചായി. നിങ്ങളെക്കാളും കഴിവുണ്ടായിട്ടും സൂര്യ ഇവിടെ ഇങ്ങനെ നിന്ന് പോയത് എന്തുകൊണ്ടായിരിക്കാമെന്ന് വ്യക്തമായി അറിഞ്ഞു വെച്ചുകൊണ്ട് അവനെ പരിഹസിക്കാൻ താൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയൊക്കെ പറയേണ്ടി വന്നത്. ഇനി ഇതുപോലെയൊന്നും നിങ്ങൾക്കിടയിൽ ഉണ്ടാകരുത്. ഉണ്ടായാ നീലിമ താക്കിയതുപോലെയാണ് അവസാനത്തെ വരി പറഞ്ഞത്. അത് മനസ്സിലാക്കിയ ധ്യാൻ അവളോട് സോറി പറഞ്ഞ ശേഷം അവിടെ നിന്നും ഉടനെ പോയി. നീലിമ സൂര്യയെയും കൂട്ടി തന്റെ ക്യാബിനിലേക്ക് തിരികെ പോയി. ക്യാബിനിലെത്തിയപ്പോൾ നീലിമ സൂര്യയോട് പറഞ്ഞു, സൂര്യ, ഇതൊന്നും നീ കാര്യമായിട്ടെടുക്കണ്ട, വേഗം പോയി റെഡി ആയിട്ട് വാ. നീലിമ പറഞ്ഞു. ഉടനെ അവൾ എന്തിനാണ് റെഡിയാവാൻ പറയുന്നതെന്ന് മനസ്സിലാവാതെ സൂര്യ അവളെ നോക്കി. നീ മുൻപ് ചെയ്ത സീരിയലില്ലേ, എന്തായിരുന്നു അതിന്റെ പേര്? നീലിമ ആലോചിച്ചുകൊണ്ട് ചോദിച്ചു. പ്രണയം, സൂര്യ മറുപടി പറഞ്ഞു. ഹാ, അതെന്നെ. അതില് കലിപ്പ് നായകന്റെ റോള് ട്രെൻഡിങ് ആയിരുന്നില്ലേ? നീലിമ ചോദിച്ചു. യെസ്, ഭയങ്കര ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതിന്, സൂര്യ ആവേശത്തോടെ പറഞ്ഞു. ആ റോള് വെച്ച് ഒരു ഫോട്ടോഷൂട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനാണ് നിന്നോട് ഒരുങ്ങി വരാൻ പറഞ്ഞത്. അത് കേട്ടപ്പോൾ സൂര്യക്ക് അതിയായ സന്തോഷം തോന്നി. തന്റെ ജീവിതം ഇനി അങ്ങോട്ട് രക്ഷപ്പെടാൻ തുടങ്ങുകയാണ് എന്നവൻ പ്രതീക്ഷിച്ചു. സൂര്യ ഉത്സാഹത്തോടെ ക്യാബിനിൽ നിന്ന് ഇറങ്ങിപ്പോയി. അല്പസമയത്തിന് ശേഷം ഫോട്ടോഷൂട്ടിനായി സജ്ജീകരിച്ച മുറിയിൽ സൂര്യയും നീലിമയും ചെന്നു. സൂര്യ അവൻ മുൻപ് അഭിനയിച്ച സീരിയലിലെ നായക വേഷത്തിലായിരുന്നു. അവനെ കണ്ട ക്യാമറാമാൻ ലൈറ്റ് ശരിയാക്കിയിട്ടെന്ന രീതിയിൽ ക്യാമറ സെറ്റ് ചെയ്തു വെച്ചു. നീലിമ ആ മുറിയുടെ ഒരു മൂലയിലെ തീൻ ബാഗിൽ ചെന്നിരുന്നു. ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത ക്യാമറാമാൻ കുറച്ച് സ്റ്റിൽസ് എടുത്ത ശേഷം ക്യാമറയിൽ അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തു. എന്നിട്ട് നിരാശയോടെ നീലിമയെ നോക്കി. അത് കണ്ട് നീലിമ എഴുന്നേറ്റ് ചെന്നു. എന്തുപറ്റി, ശരിയായില്ലേ? നീലിമ ചോദിച്ചു. ടെക്നിക്കൽ പ്രശ്നമൊന്നുമില്ല മാഡം. പക്ഷേ ക്യാമറാമാൻ വാക്കുകൾ പകുതി നിർത്തി സൂര്യയെ നോക്കി. സൂര്യ കാര്യം മനസ്സിലാവാതെ നിന്നു. എന്താന്ന് പറയൂ. നീലിമ കാര്യം അറിയാൻ തിടുക്കം കൂട്ടി. പുള്ളി ഒട്ടും ആക്റ്റീവ് അല്ല മാഡം. നോക്കൂ, ഫോട്ടോസിലേക്ക് ഒരു ആർട്ടിഫിഷ്യാലിറ്റി കയറി വന്നിട്ടുണ്ട്. ക്യാമറാമാൻ ക്യാമറയിൽ പതിഞ്ഞ ഫോട്ടോസ് നീലിമയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. നീലിമ ഫോട്ടോസ് ചെക്ക് ചെയ്തു നോക്കി. അയാൾ പറഞ്ഞത് ശരിയായിരുന്നു. എല്ലാ ഫോട്ടോസിലും സൂര്യ മറ്റാർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെയാണ് നിൽക്കുന്നത്. മാത്രമല്ല അവന്റെ ആ പഴയ അഭിനയ മികവ് ഒരു ഫോട്ടോയിലും ഒരു വീഡിയോയിലും പതിഞ്ഞിട്ടില്ല. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഫോട്ടോസിന് പകരം കുറച്ച് വീഡിയോസ് ചെയ്തു നോക്കൂ, നീലിമ പറഞ്ഞു. മാഡം, ഞാൻ ശ്രമിക്കാം. ക്യാമറാമാൻ വീണ്ടും സൂര്യയുടെ അടുത്തേക്ക് ചെന്ന് കുറച്ച് ഫോട്ടോകൾ കൂടി എടുത്തു. അതും അയാളെ നിരാശപ്പെടുത്തി. അയാൾ നീലിമയ്ക്ക് നേരെ തിരിഞ്ഞു. എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. മുഖത്തെ ഭാവങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്ത് കേൾക്കാനൊന്നും പറ്റില്ലല്ലോ, ക്യാമറാമാൻ പറഞ്ഞു. അത് കേട്ട് നീലിമ സൂര്യയുടെ അടുത്തേക്ക് ചെന്നു. അവൻ ക്യാമറാമാൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. സൂര്യ, എന്താ നിനക്ക് പറ്റിയത്? നീലിമ ചോദിച്ചു. നീലിമ മാഡം, അത് എനിക്ക് സൂര്യവാക്കുകൾ കിട്ടാതെ കുഴഞ്ഞു. സത്യത്തിൽ സാമലക്സിനൊപ്പം ജോലി ചെയ്തിരുന്ന സമയത്ത് അയാൾ അവനെ ക്യാമറയ്ക്ക് മുന്നിൽ പോലും കൊണ്ടുപോയിരുന്നില്ല. അതുകൊണ്ട് സൂര്യ തനിക്ക് അഭിനയിക്കാനുള്ള കഴിവ് പോലും നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിച്ചിരിക്കുന്നു. അതെങ്ങനെ നീലിമയെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നോർത്തപ്പോൾ സൂര്യക്ക് വല്ലാത്ത പേടി തോന്നി. സൂര്യ, ഞാൻ നിന്നോടാ ചോദിക്കുന്നത്. എന്താ പറ്റിയത് നിനക്ക്? എന്താണെങ്കിലും പറ, നീലിമ ചോദിച്ചു. എനിക്കൊന്നിനും പറ്റുമെന്ന് തോന്നുന്നില്ല നീലിമ മാഡം, സൂര്യ നിസ്സഹായതയോടെ പറഞ്ഞു. അത് കേട്ട് നീലിമയ്ക്ക് സഹതാപം തോന്നി. പക്ഷേ ഇപ്പൊ സഹതാപം കാണിച്ചാൽ സൂര്യ ശരിയായി അഭിനയിക്കാൻ പോകുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞ നീലിമ അവനെ തുറിച്ചു നോക്കി. നോക്കൂ സൂര്യ, ഇത്രയും വലിയൊരു അവസരം തനിക്കിനി ജീവിതത്തിൽ കിട്ടാൻ പോകുന്നില്ല. നീ നിന്റെ വാല്യൂ അറിയാതെയാണ് വന്ന് നിൽക്കുന്നത്. സോ മര്യാദക്ക് ചെയ്യ്. ഈ ഫോട്ടോസ് വൈറലായി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല, നീലിമ സൂര്യയെ പ്രോത്സാഹിപ്പിക്കാനെന്ന പോലെ പറഞ്ഞു. അത് കേട്ടിട്ടും സൂര്യക്ക് കാര്യമായ മാറ്റമൊന്നും സംഭവിച്ചില്ല. അവൻ സത്യത്തിൽ നിസ്സഹായനായിരുന്നു. എന്താ സൂര്യ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? ഇത് വലിയൊരു അവസരമാണോ? ഇത് നഷ്ടപ്പെടുത്തുന്നത് മണ്ടത്തരമാണോ? നീലിമ പറഞ്ഞു. സൂര്യ അതിന് മറുപടി പറയാതെ അവളെ നോക്കി. നമുക്ക് ഒന്നുകൂടെ എടുക്കാം, നീലിമ ക്യാമറാമാനെ നോക്കി പറഞ്ഞു. ഓക്കെ മാഡം. ക്യാമറാമാൻ സഹായികളോട് ലൈറ്റ് ഓൺ ചെയ്യാൻ പറഞ്ഞു. സൂര്യ അയാൾക്ക് മുന്നിലേക്ക് നീങ്ങി നിന്ന് കൊടുത്തു. ക്യാമറാമാൻ ഫോക്കസ് ചെയ്തു ക്ലിക്ക് ചെയ്തു. അപ്പോഴും അയാളുടെ മുഖത്ത് നിരാശ നിഴലിച്ചിരുന്നു. മാഡം, ഇനി എടുത്തിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, ക്യാമറാമാൻ നിരാശയോടെ പറഞ്ഞു. സൂര്യ അത് കേട്ട് ദയനീയമായി നീലിമയെ നോക്കി.
നീലിമയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. സൂര്യ, നിന്നോടല്ലേ ഞാൻ ശരിക്കും നിൽക്കാൻ പറഞ്ഞത്? നീ എന്താ ഒരുമാതിരി എനർജി ഇല്ലാത്ത പോലെ നിൽക്കുന്നേ? നീലിമ ദേഷ്യത്തോട് ചോദിച്ചു. മാഡം, എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ശ്രമിച്ചു നോക്കി. എനിക്ക് ശരിക്കും പറ്റാഞ്ഞിട്ടാ. സൂര്യ പറഞ്ഞു. എന്ത് പറ്റാഞ്ഞിട്ട്? നിന്നോടിപ്പോ കഥാപാത്രം മുഴുവനായി അഭിനയിക്കാൻ പറഞ്ഞില്ലല്ലോ. ആകെ പറഞ്ഞത് അതേ രീതിയിലൊന്ന് ഫോട്ടോക്ക് നിൽക്കാനല്ലേ. അതിനു പോലും പറ്റില്ലെങ്കിൽ നീയൊക്കെ എന്തിനാ ഈ ഫീൽഡിൽ വന്നത്? ഇതിപ്പോ നിന്നെ സപ്പോർട്ട് ചെയ്ത ഞാൻ ആരായി? നീലിമ ദേഷ്യത്തോട് ചോദിച്ചു. അവൾ അങ്ങനെ ആദ്യമായാണ് സൂര്യയോട് സംസാരിക്കുന്നത്. നീലിമയുടെ മുഖഭാവം കണ്ടപ്പോൾ ആകെ വിഷമം തോന്നി. താൻ കാരണം നീലിമയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അവന് തോന്നി. സൂര്യ, നീ നേരത്തെ ആ ധ്യാനം കൂട്ടിന് പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ച് നടന്നിട്ടാ നിനക്കിതിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കാത്തത്. അതൊക്കെ നീ വിട്ടുകളാ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാ. നിന്നെ മുന്നോട്ട് കൊണ്ടുവരാനാ ഞാൻ ശ്രമിക്കുന്നത്. അതൊന്നും മനസ്സിലാക്ക്. നീലിമ പറഞ്ഞു. സൂര്യ അതിന് മറുപടി പറഞ്ഞില്ല. ക്യാമറാമാൻ ലൈറ്റ് ഓഫ് ചെയ്തു. സൂര്യ കൂടുതൽ ആശയക്കുഴപ്പത്തിലായി. ക്യാമറ ഫേസ് ചെയ്യാൻ തനിക്ക് മുൻപുണ്ടായിരുന്ന ധൈര്യം പോലും ഇപ്പോ ഇല്ലെന്ന് അവന് തോന്നി. അതവനെ കൂടുതൽ തളർത്തി. സൂര്യ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? നിന്റെ ആ കഥാപാത്രം പുറത്തെടുത്ത് ആ ക്യാമറയ്ക്ക് മുന്നിൽ ചെന്ന് നിൽക്കേണ്ട കാര്യമേ ഉള്ളൂ. അതിനാ നീ ഇങ്ങനെ നെർവസ് ആവുന്നേ? നീലിമ മാഡം, അതുപോലെ എനിക്ക് ശരിക്കും അഭിനയിക്കാൻ കഴിയുന്നില്ല. പ്ലീസ്, എനിക്ക് വയ്യ. സൂര്യ നിരാശയോടെ പറഞ്ഞു. അതോടെ നീലിമ ആകെ വിഷമത്തിലായി. സൂര്യയെ സാമലക്സിൽ നിന്നും അത്രയും വാശി പിടിച്ചിട്ടാണ് തന്റെ ടീമിലേക്ക് കൊണ്ടുവന്നത്. എന്നിട്ടും അവനിതൊന്നും മനസ്സിലാക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ നീലിമയ്ക്ക് നല്ല ദേഷ്യം തോന്നി. ആ സാമലക്സിനെ തോൽപ്പിച്ച് നിന്നേക്ക് ഇവിടെ കൊണ്ടു നിർത്തിയ എന്നെ പറഞ്ഞാ മതി. നീ ഇത്ര കെയർലെസ് ആയിട്ടാണ് നിന്റെ പ്രൊഫഷനെ കാണുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. നീലിമ നിരാശയോടെ പറഞ്ഞത് കേട്ട് സൂര്യ ദയനീയമായി അവളെ നോക്കി. മതി നോക്കിയത്, ഇറങ്ങി പോവാൻ നോക്ക്. സാമലക്സ് ഒന്നല്ല നിന്നെ തോൽപ്പിച്ചത്. നിന്റെ ശത്രു നീ തന്നെയാ. പൊക്കോ, നീലിമ പറഞ്ഞു. അത് കേട്ടിട്ടു സൂര്യ അവിടെ തന്നെ നിന്നു. ക്യാമറാമാൻ ലൈറ്റെല്ലാം എടുത്തു വെക്കാൻ തുടങ്ങിയിരുന്നു. പിന്നെ സൂര്യ, നീ സാമലക്സിന്റെ ടീമിൽ തന്നെയായിരിക്കും തുടരുക. എനിക്കെന്നല്ല ആർക്കും നിന്നെ സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്തായാലും ആ നവീനെ ഞാൻ ടീമിലേക്ക് എടുക്കാൻ തീരുമാനിച്ചു. എനിക്ക് എന്റെ ടീമിൽ നിന്നെ പോലെ കെയർലെസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും പറ്റില്ല, നീലിമ പറഞ്ഞു. അത് കേട്ട് സൂര്യ വല്ലാതെ പരിഭ്രമിച്ചു പോയി. തിരികെ സാമലക്സിന്റെ ടീമിൽ പോകുന്നത് അവന് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. സൂര്യയുടെ മുഖത്ത് ദയനീയത നിറഞ്ഞു. എത്ര ശ്രമിച്ചിട്ടും തനിക്ക് ആ പഴയ കഥാപാത്രമാവാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഓർത്ത് സൂര്യ വല്ലാതെ വിഷമിച്ചു. അത് ശ്രദ്ധിച്ച നീലിമയ്ക്ക് അവനോട് സഹതാപം തോന്നി. നീലിമ സൂര്യയുടെ അരികിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു. സൂര്യ, നോക്ക്. നീ മുമ്പ് ഈ വേഷത്തിൽ അഭിനയിച്ചിട്ടുള്ളപ്പോൾ നിനക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങളെക്കുറിച്ച് മാത്രം ആലോചിക്ക്. ആ അംഗീകാരം കൊണ്ടെന്ന് മാത്രല്ലേ നീ ഇപ്പോ ഈ ജോലിയിലെത്തിയത്, നീലിമ പറഞ്ഞു. സൂര്യ അത് കേട്ട് തലയാട്ടി. സീരിയലിൽ നീ എത്ര എനർജറ്റിക് ആയിട്ടാ ആ ക്യാരക്ടർ പ്രസന്റ് ചെയ്തത്. ചില സമയത്ത് ഭാവങ്ങൾ കണ്ട് ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്. ആ നീയാ ഇപ്പൊ ഒന്നും പറ്റുന്നില്ലെന്ന് പറഞ്ഞു നിൽക്കുന്നേ. കോളേജ് കുമാരിമാരുടെ സൂപ്പർ ഹീറോ ആയിരുന്നില്ല നീ. എനിക്കുറപ്പുണ്ട് നാളെ മുതൽ ഈ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കും. നീലിമ അത്രയും കാര്യമായി അതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ സൂര്യയ്ക്ക് ഒരു ആത്മവിശ്വാസം തോന്നി. മാത്രമല്ല സാമലക്സിന്റെ ടീമിലേക്ക് തിരികെ പോകുന്നത് ആത്മഹത്യാപരമാണെന്നും അവനറിയാം. ഞാൻ ഒന്നും കൂടി ശ്രമിക്കട്ടെ മാഡം, സൂര്യ ചോദിച്ചു. അത് കേട്ട് തന്റെ ശ്രമങ്ങൾക്ക് ഫലം കാണുന്നു എന്ന തോന്നൽ നീലിമയ്ക്കുണ്ടായി. ഗൈസ് ഗെറ്റ് റെഡി, നീലിമ ടെക്നിക്കൽ ടീമിനെ നോക്കി ഉറക്കെ പറഞ്ഞു. 10 മിനിറ്റ് കൊണ്ട് എല്ലാം പഴയതുപോലെ സജ്ജീകരിക്കപ്പെട്ടു. ലൈറ്റ്സ് ഓൺ, ക്യാമറാമാൻ പറഞ്ഞു. ഉടനെ ലൈറ്റ് ഓൺ ആയി. സൂര്യ ഇത്തവണ ആത്മവിശ്വാസത്തോടെ നിന്നു. അത് കണ്ടു നിന്ന ക്യാമറാമാനും സഹായികളും എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി. അല്പം മുമ്പേ പതുങ്ങി നിന്ന ആ യുവാവാണ് ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നതെന്ന് അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഷൂട്ട് കഴിഞ്ഞപ്പോൾ അഭിനയം നിർത്തി നീലിമയെ നോക്കി അവൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നീ കഴിവുള്ളവനാ, നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, നീലിമ പറഞ്ഞു. അത് കേട്ട് സൂര്യയ്ക്ക് വളരെ സന്തോഷം തോന്നി. ക്യാമറാമാനും സഹായികളുമെല്ലാം അവനെ അഭിനന്ദിച്ചു. എഡിറ്റിംഗ് കഴിഞ്ഞാൽ എല്ലാം ഡോക്യുമെന്റായി എനിക്ക് മെയിൽ ചെയ്തേക്കണട്ടോ, നീലിമ ക്യാമറാമാനോട് പറഞ്ഞു. അയാൾ അതിന് ശരിയെന്ന് പറഞ്ഞതിനു ശേഷം അവിടെ നിന്നും പോയി. സൂര്യയും നീലിമയും തിരികെ ക്യാബിനിലേക്ക് വന്നു. സൂര്യ ഇരിക്കൂ, നീലിമ പറഞ്ഞു. സൂര്യ നീലിമയ്ക്കെതിരെയുള്ള കസേരയിൽ ചെന്നിരുന്നു. നീ നോക്കിക്കോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫോട്ടോസ് പുറത്തു വരുമ്പോ നീ വേറെ ലെവലാ, നീലിമ പറഞ്ഞത് കേട്ട് സൂര്യ പുഞ്ചിരിച്ചു. പക്ഷേ ഇപ്പോഴും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കടന്നിട്ടേയുള്ളൂ. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഈ ഫോട്ടോസ് മുകളിൽ നിന്ന് അപ്രൂവ് ചെയ്താലേ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇടാൻ കഴിയുള്ളൂ, നീലിമ പറഞ്ഞു. അത് കേട്ട് സൂര്യയുടെ മുഖം വാടി. അത് ശ്രദ്ധിച്ച അവൾ പറഞ്ഞു. സാമലക്സ് ഇതിൽ ഇടപെടാനൊന്നും പോകുന്നില്ല.
അഥവാ ഇടപെട്ടാലും അത് ഞാൻ നോക്കിക്കോളാം. നീലിമ പറഞ്ഞു. സൂര്യക്ക് അത് കേട്ട് ആശ്വാസം തോന്നി. നീലിമ തന്നെ രക്ഷിക്കാൻ വേണ്ടി അവതരിച്ച മാലാഖയാണെന്ന് പോലും അവന് തോന്നി. അല്ല, അതൊക്കെ പോട്ടെ, ഇനി എന്താ നിന്റെ പ്ലാൻ? എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? നീലിമ ചോദിച്ചു. എനിക്ക് പാർട്ട് ടൈമായി ജോലിയുണ്ട്, അതിന് പോണം. സൂര്യ പറഞ്ഞു. എടോ, നിനക്കിപ്പോ ഇവിടെ നല്ല ജോലിയില്ലേ? പോരാത്തതിന് പഴയ ശമ്പള കുടിശ്ശിക ഉടനെ കിട്ടുകയും ചെയ്യും. പിന്നെ എന്തിനാ വേറെ പാർട്ട് ടൈം ജോലി? അല്ല, ഇതിനൊക്കെ നിനക്ക് എങ്ങനെ സമയം കിട്ടും? നീലിമ ചോദിച്ചു. സൂര്യ അതിന് മറുപടിയായി ആദ്യം ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു. നീലിമ മേഡം, ഞാനൊരു സമ്പന്ന കുടുംബത്തിൽ നിന്ന് വന്നൊരാളല്ല. എന്റെ പെങ്ങൾക്ക് ഹാർട്ടിന് സുഖമില്ല. അവളുടെ ഓപ്പറേഷന് തന്നെ എനിക്ക് ലക്ഷങ്ങൾ വേണം. അവൾക്ക് ഞാനല്ലേ ഉള്ളൂ മേഡം. സമയമുണ്ടാക്കി ജോലിക്ക് പോയേ പറ്റൂ. ഒരു ജോലി കൊണ്ടൊന്നും എനിക്ക് ഓപ്പറേഷന് വേണ്ടിയുള്ള പൈസ ശരിയാക്കാൻ സാധിക്കില്ല, സൂര്യ പറഞ്ഞു. നീലിമ ആകെ വല്ലാതെയായി. സൂര്യക്ക് ഇത്രമാത്രം പ്രശ്നങ്ങളുണ്ടെന്ന് അവൾ ഒരിക്കലും കരുതിയില്ല. പാവം, നീലിമ മനസ്സിൽ ചിന്തിച്ചു. പിന്നെ അവൾക്ക് തീരെ വയ്യാത്തതാണ്. എപ്പോഴും ബെഡിൽ തന്നെ കിടപ്പാ. ഇപ്പോൾ വീട്ടിലെ ജോലിയും ഞാനാ ചെയ്യുന്നേ. ഞങ്ങൾക്ക് വേറെ ആരുമില്ലല്ലോ, സൂര്യ പറഞ്ഞു. അത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നീലിമ അത് ശ്രദ്ധിച്ചു. ഉടനെ അവൾ അവനോട് പറഞ്ഞു. സാരമില്ല, പോട്ടെ. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉള്ളതാണല്ലോ മാഡം. നിങ്ങൾ എന്നെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട്, സൂര്യ പറഞ്ഞു. അതൊക്കെ പോട്ടെ. നിന്റെ പെങ്ങള് ഇപ്പൊ ഒറ്റയ്ക്കാണ് വീട്ടില്? നീലിമ ചോദിച്ചു. അല്ല, അവൾക്ക് അസുഖം കൂടുതലായതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റി, സൂര്യ പറഞ്ഞു. അവന്റെ മുഖത്ത് എപ്പോഴും വിഷമം കാണുന്നതിന്റെ കാരണം അപ്പോഴാണ് നീലിമയ്ക്ക് ശരിക്കും മനസ്സിലായത്. സൂര്യ, നിന്റെ കൂടെ ഞാനും വരട്ടെ ഹോസ്പിറ്റലിലേക്ക്? നീലിമ ചോദിച്ചു. അത് കേട്ട് സൂര്യക്ക് വളരെ അതിശയം തോന്നി. അവനെയും പെങ്ങളെയും ഒന്ന് കാണാൻ വരട്ടെ എന്ന് ചോദിക്കാൻ പോലും അവർക്കാരുമില്ല. അങ്ങനെയുള്ളപ്പോൾ നീലിമ വളരെ സ്നേഹത്തോടെ കാണാൻ വരട്ടെ എന്ന് ചോദിച്ചത് കേട്ട് സൂര്യയുടെ മനസ്സിൽ ഒരു തണുപ്പ് പടർന്നു. ഉറപ്പായും വന്നോളൂ മാഡം, അവൾക്ക് ഒരുപാട് സന്തോഷമാവും. അവളെ ഇതുവരെ ഞാനല്ലാതെ ഒരാളും ചെന്ന് കണ്ടിട്ടില്ല, സൂര്യ പറഞ്ഞു. അവന് പെങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ടെന്ന് നീലിമയ്ക്ക് മനസ്സിലായി. ഓഫീസ് സമയം കഴിഞ്ഞ് സൂര്യയും നീലിമയും അവിടെ നിന്നും നേരെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. സൂര്യ കയറി ചെന്ന മുറിയിൽ ഒരു പെൺകുട്ടി കിടക്കുന്നുണ്ട്. അവൾ വളരെ ക്ഷീണിതയായിരുന്നു. സൂര്യയുമായി നല്ല മുഖസാമ്യമുണ്ട്. നീലിമയെയും സൂര്യയും കണ്ട ആ പെൺകുട്ടി എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു. കുട്ടി കിടന്നോളൂ, എഴുന്നേക്കണ്ട, നീലിമ പറഞ്ഞു. നീലിമ വരുന്ന വഴിയിൽ നിന്നും മേടിച്ച ഫ്രൂട്ട്സ് കവർ അവിടെ ഒരു മേശമേൽ വെച്ചുകൊണ്ട് ചോദിച്ചു. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ചേച്ചി, പെൺകുട്ടി പറഞ്ഞു. ഒട്ടും വയ്യാത്തത് കൊണ്ടാവണം ശബ്ദം നന്നായി അടഞ്ഞിരുന്നു. നീലിമയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. എന്താവശ്യം വന്നാലും എന്നെ അറിയിക്കണം, നീലിമ പറഞ്ഞു. സൂര്യ അതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു. പെൺകുട്ടി അവളെ നോക്കി പുഞ്ചിരിച്ചു. ശേഷം സൂര്യയെ നോക്കി. ഇതാണോ എന്റെ ഏട്ടത്തി? സൂര്യയുടെ സഹോദരി ചോദിച്ചത് കേട്ട് സൂര്യ നീലിമയെ നോക്കി. നീലിമയും അങ്ങനൊരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ അമ്പരപ്പോടെ സൂര്യയെ നോക്കി.